ഹായ്, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ മാത്സ് സർക്കിൾസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. SSLC മാത്സ് സർക്കിൾസ് ആണ്. സോ അതിലെ രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. പേജ് നമ്പർ 36 ആണ്. ഓക്കെ, മലയാളവും ഇംഗ്ലീഷും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒരു കമ്പി രണ്ടായിട്ട് മടക്കിയിട്ട്, അപ്പോൾ ഒരു കമ്പി ഉണ്ട്, അത് രണ്ടായിട്ട് മടക്കി അതിന്റെ ഒരു മൂല വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ വെച്ചപ്പോൾ, ഓക്കെ, അതായത് ഒരു കമ്പി അതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ വെച്ചപ്പോൾ, ഇതാണ് കേന്ദ്രത്തിൽ വെച്ചപ്പോൾ ഒരു കോണുണ്ടല്ലോ. ഓക്കെ, ഈ 1/10 ഭാഗം അതിനുള്ളിൽ പെട്ടു. ഇതേ കമ്പിയുടെ മൂല വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ചേർത്ത് വെച്ചാൽ വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് അതിലുണ്ടാകുക എന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ് കണ്ടവർക്ക് അറിയാം, ഈ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്ര കോൺ കണ്ടുപിടിക്കാനായിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി. നമുക്കറിയാം ടോട്ടൽ എന്ന് പറയുന്നത് 360. ടോട്ടൽ 360 ഇൻറ്റു ഇത് എത്ര ഭാഗം പറഞ്ഞിട്ടുള്ളത്? 1/10 അല്ലേ. 360 ഇൻറ്റു 1/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് 360/10 0 കട്ട് ചെയ്തു ഇക്വൽ ടു എത്ര വരും? 36 വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 36 ഡിഗ്രിയാണ്. 36 ഡിഗ്രിയാണ്. മനസ്സിലായല്ലോ? ഇത് ക്ലിയർ ആണോ? ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി ഇതിലെന്തൊക്കെയാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കാനുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ നമുക്കറിയാം 36 ഡിഗ്രിയാണെന്നുള്ളത്. ഇതേ സംഭവം ഇവിടെ 36 ഡിഗ്രി എടുക്കുന്നുണ്ട്. ഇതേ ആംഗിൾ നമ്മൾ എന്ത് ചെയ്തു? രണ്ടാമതുള്ള വൃത്തത്തിന്റെ ഈ വൃത്തത്തിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ആ ആംഗിൾ തന്നെയാണ് ഇവിടെ കിടക്കുന്നത് 36 ഡിഗ്രി. മനസ്സിലായോ? ആ ആംഗിൾ തന്നെയാണ് ഇവിടെ കിടക്കുന്നത് 36 ഡിഗ്രി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇവിടെ വരുന്ന സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ വരുന്ന സെൻട്രൽ ആംഗിൾ നിങ്ങൾക്ക് അറിയാം. ഇവിടെ വരുന്ന സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് നോക്കിക്കേ, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് ആ 36ന്റെ എന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ളത്? 36ന്റെ ഇരട്ടിയായിട്ടുള്ള 72 ആയിരിക്കും. 36ന്റെ ഇരട്ടിയായിട്ടുള്ള 72 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം കാണാൻ ഈസി ആണല്ലോ. എങ്ങനെ ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? നോക്കാം. നമ്മൾ നേരത്തെ ചെയ്തതായിരുന്നു 360 ഇൻറ്റു 1/10 ചെയ്തു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ചെയ്യേണ്ടത് 72 ഡിവൈഡഡ് ബൈ 360 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം, ചെറുതാക്കാം. എങ്ങനെ ചെറുതാക്കാം? 72 ഉണ്ട്, 36 ഉണ്ട്. നമുക്ക് ഇതിനെ 2 വെച്ചിട്ട് കട്ട് ചെയ്യാം, പകുതിയാക്കാം. പകുതിയാക്കുന്ന സമയത്ത് വിൽ ബി ഇവിടെ നമുക്ക് 36 കിട്ടും, ഇവിടെ നമുക്ക് 180 കിട്ടും. 180. ഓക്കെ, ക്ലിയർ ആണല്ലോ? 180 കിട്ടി. ഓക്കെ, ഇനിയും പകുതിയാക്കാലോ. പകുതിയാക്കുന്ന സമയത്ത് 6 വെച്ച് കട്ട് ചെയ്യാം. 6 6 36, 6 കിട്ടി. ഇവിടെയോ 3 6 18, 3 30, 6/30 കിട്ടി. ഓക്കെ, ഇനി ഇതിനെ ചെറുതാക്കാലോ. 5 വെച്ച് ചെറുതാക്കാലോ. 6 വെച്ച് ചെറുതാക്കാലോ. 6 വെച്ച് ചെറുതാക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം, 5 പ്രാവശ്യം. എത്ര ഉത്തരം കിട്ടി നമുക്ക്? 1/5 എന്ന് ഉത്തരം കിട്ടി. 1/5 കേട്ടോ. 1/5. ഓക്കെ, ഇവിടെ കിട്ടിയിട്ടുള്ള ഉത്തരം 1/5 ആണ്. ഓക്കെ, ഒന്നുകൂടി പറയാം എങ്ങനെയത് കിട്ടിയിട്ടുള്ളത്. ഒന്നുകൂടി പറയാം. നോക്കിക്കേ, നമുക്ക് ആ സെൻട്രൽ ആംഗിൾ തന്നിട്ടുള്ള എത്രയാണ്? 72 ഡിഗ്രിയാണ്. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് 72 ഡിവൈഡ് ബൈ 360 ചെയ്തു. ഈ 72 ഡിവൈഡ് 360 ചെയ്യുന്ന സമയത്ത് നേരെ പകുതിയാക്കുന്ന സമയത്ത് വിൽ ബി ഇവിടെ 36ഉം ഇവിടെ 180ഉം കിട്ടും. വീണ്ടും പകുതിയാക്കുന്ന സമയത്ത് വിൽ ബി 6 ഡിവൈഡഡ് ബൈ 30. വീണ്ടും ഇതിനെ എന്ത് വെച്ച് കട്ട് ചെയ്യാം? നമുക്ക് 6 വെച്ച് കട്ട് ചെയ്യാം. 6 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 6 6 ഒരു പ്രാവശ്യം, 30 6 5 പ്രാവശ്യം. സോ 1/5. സോ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 1/5 ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ. അപ്പോൾ ഈ ഒരു കമ്പിനി എവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാലും ഇവിടെ എത്ര തന്നെയാണ് വരുള്ളൂ? അവിടെ വരുന്നത് 1/5 ആയിരിക്കും. കാരണം എന്താ? ഈ ആംഗിളിൽ മാറ്റമില്ല. ഈ ആംഗിൾ എത്ര തന്നെയാണ്? 36 തന്നെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രൽ ആംഗിളും എന്തുണ്ടാവില്ല? വ്യത്യാസം ഉണ്ടാവില്ല. അത് എത്ര വരുന്നത്? 72 ആണ് വരുന്നുണ്ടാവുക. 72 ഡിഗ്രിയാണ് വരുന്നുണ്ടാവുക. സോ 1/5 ആണ് അവിടെ ഉത്തരം വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ഒരു ക്ലാസ്സിലായിട്ട് ചെയ്യും. ഒരു കുഞ്ഞൊരു ബ്രേക്ക് എടുത്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം.